നമസ്കാരം. ഊട്ടിയിലാണ്. ഊട്ടിയിലേക്കുള്ള മനോഹരമായ ട്രെയിൻ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ ഇന്നിന് നേരെ തിരിച്ച് നാട്ടിലോട്ട് പോവുകയാണ്. ആദ്യം ഇവിടുത്തെ ബസ് സ്റ്റാൻഡിലേക്ക് പോകും. അവിടുന്ന് ബസ് കയറി നേരെ മേട്ടുപ്പാളയം, പിന്നെ അവിടുന്ന് ട്രെയിൻ കയറി നേരെ കോയമ്പത്തൂര്, വീണ്ടും അവിടുന്ന് ട്രെയിൻ കയറി നാട്ടിലേക്ക്. അങ്ങനെയാണ് ഞങ്ങൾ ഇന്ന് യാത്ര ചെയ്യുന്നത്. ഉദകമണ്ഡലം ഇവിടെ ഇപ്പോൾ റെനോവേഷനാണ്, അതുകൊണ്ട് വലിയ സൗകര്യമൊന്നും ഇപ്പോൾ ഇവിടെ ഇല്ല. ഞങ്ങൾ മേട്ടുപ്പാളയത്ത് നിന്ന് വന്ന ട്രെയിൻ ഇവിടെ വന്നു. ഇവിടുന്ന് അപ്പം തന്നെ നേരെ കൂനൂരിലേക്ക് തിരിച്ചു പോയി. ഇനിയിപ്പോൾ ഇവിടുന്ന് മേട്ടുപ്പാളയത്തേക്ക് ഉച്ചയ്ക്ക് 2 മണിക്കാണ് ട്രെയിൻ ഉള്ളത്. ഇനിയിപ്പോൾ ഇവിടുന്ന് നേരെ നമുക്ക് ബസ് സ്റ്റാൻഡ് ഭാഗത്തോട്ട് പോവാം. കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞാൽ ഇതൊരു അടിപൊളി റെയിൽവേ സ്റ്റേഷനാവും. സ്റ്റേഷൻ്റെ പുറത്തത്തെ ഒരു കാഴ്ച ഇങ്ങനെയാണ്. റെയിൽവേ സ്റ്റേഷനിൽ ആദ്യം തന്നെ ഞങ്ങൾ ഇവിടെ വന്നിട്ട് ഹോം മെയ്ഡ് ചോക്ലേറ്റ് വാങ്ങിക്കാനാണ് പോയത്. അപ്പോൾ 2 ചോക്ലേറ്റ് ബോക്സ് വാങ്ങിച്ചിരിക്കുകയാണ്. ഒരെണ്ണത്തിന് 120 രൂപയാണ് ആയത്. ഇനിയിപ്പോൾ നേരെ ഫുഡ് കഴിക്കാൻ പോകണം. ഞങ്ങൾ ഈ കാണുന്ന ഹോട്ടലിൽ നിന്ന് ഉച്ചയ്ക്ക് 2 മസാല ദോശ കഴിച്ചു. അപ്പോൾ ഇനിയിപ്പോൾ പെട്ടെന്ന് തന്നെ നടന്ന് ബസ് സ്റ്റാൻഡിലേക്ക് പോകാമെന്ന് കരുതി. ഇവിടെയാണ് റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള ആ ഒരു എൻട്രൻസ് വരുന്നത്. ഇതൊരു സർക്കിളാണ്. ഈ ഊട്ടിയിൽ 1 ലിറ്ററിൻ്റെ ഒന്നും വെള്ളം കുപ്പി കിട്ടൂല. ഒരു 5 ലിറ്റർ 3 ലിറ്ററിൻ്റെ എല്ലാം കിട്ടുക. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ വലിയ അതന്നെ വാങ്ങിച്ച് വരണം. പിന്നെ ഇവിടെ തന്നെയായി ബസ് സ്റ്റാൻഡ്, എല്ലാം അടുത്തടുത്ത് തന്നെയാണ്. ഇത് ഈ കാണുന്ന ഇവിടെയാണ് ബസ് സ്റ്റാൻഡ് വരുന്നത്. പിന്നെ ഇവിടെ ബോട്ട് ഹൗസ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു ബോർഡൊക്കെ ഉണ്ട്. ടൂറിസ്റ്റ് ഓഫീസ്. മേട്ടുപ്പാളയത്തിലേക്കുള്ള ഒരു ബസ് നോക്കി കയറാം. ഇതാണ് ഊട്ടി ബസ് സ്റ്റാൻഡ്. പിന്നെ ഇവിടെ തന്നെ കർണാടകേൻ്റെ ഒരു RTC ഉണ്ട്. ഇത് മൈസൂര് വണ്ടി ആവാനാണ് ചാൻസ് കൂടുതലും. നമുക്ക് ഈ ഭാഗത്താണ് ഉണ്ടാവുക. മേട്ടുപ്പാളയം സെക്ഷൻ ഇതാ ഇവിടെയാണ്. അപ്പോൾ ഇതിലേതോ ഒരു വണ്ടിയാണ്. ഇത് തിരുപ്പൂരേക്ക് പോകുന്ന വണ്ടിയാണ്, അതായത് മേട്ടുപ്പാളയം വഴി പോകുന്ന വണ്ടി തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇതിന് കയറിയാലോ എന്ന് ആലോചിക്കുന്നത്. ഇതിപ്പോൾ പോകുമെന്ന് അറിയത്തില്ല, നോക്കാൻ എന്തായാലും. ഗൂഡല്ലൂരിൽ നിന്ന് സേലത്തേക്ക് പോകുന്ന ബസ്സാണിത്. 1:10 ഇവിടുന്ന് ഇതാ ബസ് എടുത്തിരിക്കുകയാണ്. എത്ര മണിക്കൂർ കൊണ്ട് നമുക്ക് ഇത് മേട്ടുപ്പാളയം എത്തും നോക്കാം. ആ തിരുപ്പൂരേക്ക് പോകുന്ന ബസ്സിന് തന്നെയാണ് കയറിയത്. ഊട്ടിയിൽ നിന്ന് മേട്ടുപ്പാളയത്തേക്ക് 52 കിലോമീറ്റർ ആണുള്ളത്. റൂട്ടിലത്തെ പ്രധാനപ്പെട്ട ഒരു സ്ഥലം കൂനൂര് തന്നെയാണ്. മേട്ടുപ്പാളയത്തേക്കുള്ള ടിക്കറ്റ് എടുത്തിരിക്കുകയാണ്. ഒരാൾക്ക് ബസ്സിന് ചാർജ് വന്നത് 50 രൂപയാണ്. 2 പേർക്കും കൂടെ 100 രൂപയായി. കൂനൂർ റെയിൽവേ സ്റ്റേഷനാണിത്. നീലഗിരി മൗണ്ടൻ റെയിൽവേ. ഇനിയൊരു 1 മണിക്കൂർ യാത്ര കൂടിയുണ്ട് മേട്ടുപ്പാളയത്തേക്ക്. ഈ ഒരു ഇറക്കം മുഴുവൻ ഇറങ്ങി കഴിയണം.
ബസ് അവിടുന്ന് വന്നു കഴിഞ്ഞാൽ മാത്രമേ ഈ ബസ്സിന് അവിടെ പോയിട്ട് തിരിക്കാനുള്ള ഒരു സൗകര്യമുള്ളൂ. ഇത് കോയമ്പത്തൂർ ഊട്ടി ഹൈവേ ആണ്. ഇപ്പോൾ ഇവിടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി നിർത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്ന് ഒരു 6 കിലോമീറ്ററും കൂടെ ഉണ്ട് ദൂരം. ഇവിടെ നല്ല മരങ്ങളൊക്കെ ഉണ്ട്, നല്ല തണലാണ് ഇവിടെ. ഒരു അരമണിക്കൂർ എന്തായാലും ഇവിടെ വണ്ടി കിടക്കും. 3:20 അങ്ങനെ മേട്ടുപ്പാളയത്തേക്ക് ഇതാ ബസ് എത്തിയിരിക്കുകയാണ്. 2 മണിക്കൂർ യാത്ര തന്നെയാണ്. കാരണം അതിനിടയിൽ ഭക്ഷണം കഴിക്കാനും കുറച്ച് സമയം പോയല്ലോ. ഇനിയിപ്പോൾ ബസ് സ്റ്റാൻഡിലേക്ക് ഇതാ എത്താനായി. ഇവിടെ KSRTC ഊട്ടിയൊക്കെ നീലഗിരി ജില്ലയിലാണ് വരുന്നത്. ഈ മേട്ടുപ്പാളയം കോയമ്പത്തൂർ ജില്ലയിലാണ്. നമ്മൾ നേരത്തെ കണ്ട ആ KSRTC മണ്ണാർക്കാട്. ഫാസ്റ്റ് പാസഞ്ചർ ഇതാ. ഈ തമിഴ്നാട് ബസ്സുകളൊക്കെ ഒടുക്കത്തെ ലുക്കാണ് കേട്ടോ. അതിനിടയിൽ ഇത് കൊമ്പം തന്നെയാണ്, അത് വേറെ കാര്യം. ഇനിയിപ്പോൾ ഇവിടുന്ന് വാക്കിംഗ് ഡിസ്റ്റൻസ് മാത്രമേ റെയിൽവേ സ്റ്റേഷനിലൊക്കെ ഉള്ളൂ. ഇവിടെ നിന്ന് ഒരു 600 മീറ്റർ മാത്രമേ റെയിൽവേ സ്റ്റേഷനിലേക്ക് നടക്കാനായിട്ടുള്ളൂ. പിന്നെ ഓട്ടോ ആക്കിയിട്ട് പോകേണ്ട കാര്യം വരുന്നില്ല. എല്ലാം അടുത്തടുത്ത് തന്നെയാണ്. മേട്ടുപ്പാളയത്ത് നിന്ന് 37 കിലോമീറ്റർ മാത്രമേ കോയമ്പത്തൂരിലേക്കുള്ളൂ. ഗാന്ധിപുരം ബസ് സ്റ്റേഷനിലേക്ക് ഇഷ്ടംപോലെ ബസ് അവിടെ ഉണ്ടായിരുന്നു. നമുക്ക് വേണമെങ്കിൽ അതിൽ പോയാൽ മതിയായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് ഒരു തിരക്കുമില്ല. കാരണം കോയമ്പത്തൂരിൽ നിന്ന് ഞങ്ങൾക്ക് നാട്ടിലോട്ട് പോകേണ്ട ട്രെയിൻ ഇപ്പോഴേ ഇല്ല. അതുകൊണ്ട് കോയമ്പത്തൂരിൽ സാവധാനം എത്തിയാൽ മതി. ഇവിടുന്ന് ഒരു 4:45 ഒരു ട്രെയിൻ ഉണ്ടല്ലേ. ഒരു വണ്ടി ഉണ്ട് കോയമ്പത്തൂരേക്ക് ഡയറക്റ്റ് ആയിട്ട് പോകുന്നത്. പിന്നെ അതിന് പതുക്കെ കയറി പോവാലോ. അതെ അതെ. നടന്നിട്ട് ഇതാ മേട്ടുപ്പാളയം റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ട് മുന്നിലെത്തിയിരിക്കുകയാണ്. അവിടെയാണ് റെയിൽവേ സ്റ്റേഷൻ. ഇവിടെയാണ് ടിക്കറ്റ് കൗണ്ടർ. ഞങ്ങൾ പോകേണ്ട ട്രെയിനിൻ്റെ ടിക്കറ്റൊക്കെ എടുത്തു. തൊട്ട് മുന്നിലതാ മലനിരകൾ. അതുപോലെ തന്നെ ഇവിടെ ഒരു ട്രെയിൻ ഉണ്ട്. ഇത് രാത്രി 9:20 ചെന്നൈയിലേക്ക് പോകുന്ന നീലഗിരി എക്സ്പ്രസ് ആണ്. അപ്പോൾ ഞങ്ങളിതിൽ യാത്ര ചെയ്ത വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലൂടെ കയറുന്നില്ല, നമുക്ക് അതുവഴി സ്റ്റേഷനിലേക്ക് കയറാം. നമുക്ക് പോകാനുള്ള ട്രെയിൻ ഇവിടെ എത്തിയിട്ടില്ല. അത് 4:30 ആകുമ്പോഴേ ഇവിടെ എത്തുള്ളൂ. എന്നിട്ട് 4:45 തിരിച്ചു പോകും. നീലഗിരി മൗണ്ടൻ റെയിൽവേയുടെ MG പാസഞ്ചർ മീറ്റർ ഗേജ് പാസഞ്ചർ അവിടെ നിർത്തിയത് നമുക്ക് കാണാം. അതുപോലെ തന്നെ ഈ ഭാഗത്താണ് സ്റ്റീം ലോക്കോ ഷെഡ് വരുന്നത്. ഈ ഭാഗത്തായിട്ട് കാണുന്നതാണ് മീറ്റർ ഗേജ് ലൈൻ. ഇതിൻ്റെ തൊട്ട് ഈ ഭാഗത്താണ് ബ്രോഡ് ഗേജ് ലൈൻ ഉള്ളത്. അവിടെയാണ് ആ ഒരു നീലഗിരി എക്സ്പ്രസ്സൊക്കെ ഇപ്പോൾ നിർത്തിയിട്ടുള്ളത്. പിന്നെ ഇവിടെയായിട്ട് നീലഗിരി മൗണ്ടൻ റെയിൽവേയുടെ ചെറിയൊരു വിവരണം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളും ഇവിടെ വലിയ രീതിയിൽ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. മേട്ടുപ്പാളയം സ്റ്റേഷൻ്റെ കോഡ് MTP എന്നാണ്. ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ എവിടെയെങ്കിലും പോയിട്ട് വെയിറ്റ് ചെയ്യാം. കാരണം ഒരുപാട് സമയമുണ്ട് ട്രെയിൻ വരാൻ. പോതന്നൂരിൽ നിന്ന് മേട്ടുപ്പാളയത്തിലേക്കുള്ള മെമു ഇതാ പ്ലാറ്റ്ഫോം നമ്പർ 1 കടന്നു വരികയാണ്. ഇനിയിപ്പോൾ ഇത് ഇവിടുന്ന് മേട്ടുപ്പാളയം കോയമ്പത്തൂർ മെമു ആയിട്ട് പോവും. കോയമ്പത്തൂരേക്ക് ഒരാൾക്ക് ടിക്കറ്റ് ചാർജ് വന്നത് 10 രൂപയാണ്. നാല് 48 മേട്ടുപ്പാളയത്ത് നിന്ന് ഇതാ ട്രെയിൻ എടുത്തിരിക്കുകയാണ്. കോയമ്പത്തൂർ എത്തുന്നതിന് മുന്നേ ഈ ട്രെയിനിൽ 4 സ്റ്റോപ്പുകളുണ്ട്.
ഇവിടെ റെനോവേഷനാണ്. കുറച്ച് വർഷങ്ങൾ കഴിയും നല്ലൊരു സ്റ്റേഷനായി മാറാൻ. മേട്ടുപ്പാളയം ലൈനിൽ നിന്ന് ഞങ്ങളിതാ ഈറോഡ് തിരുപ്പൂർ ഭാഗത്ത് നിന്ന് വരുന്ന ആ ഒരു മെയിൻ ലൈനിലേക്ക് കയറുകയാണ്. നേരെ ചെന്നൈ അങ്ങനെ പോകുന്ന ട്രാക്ക്. ട്രെയിൻ ഇതാ കോയമ്പത്തൂർ നോർത്ത് സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കോയമ്പത്തൂർ നോർത്ത് സ്റ്റേഷനിലും ട്രെയിൻ എടുത്തിരിക്കുകയാണ്. അടുത്തതാണ് നമുക്ക് ഇറങ്ങാനുള്ള കോയമ്പത്തൂർ ജംഗ്ഷൻ. മേട്ടുപ്പാളയത്ത് നിന്നും 36 കിലോമീറ്റർ യാത്ര ചെയ്ത് ട്രെയിൻ ഇതാ കോയമ്പത്തൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. സമയം 5:28. എന്താ ഫ്രെയിമല്ലിതാ WP4ഉം WP7ഉം. രണ്ടാം നമ്പർ പ്ലാറ്റ്ഫോമാണിത്. സമയം 6 മണിയായി. റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ഇനി നമ്മൾ പോകുന്ന ട്രെയിൻ ഏതാണെന്ന് പറയണ്ടേ? ഹൈദരാബാദിലെ കാച്ചിഗുഡയിൽ നിന്നും കർണാടകയിലെ മുരുടേശ്വരത്തേക്ക് പോകുന്ന എക്സ്പ്രസ്സിനാണ്. അതിവിടെ എത്തുക പുലർച്ചെ 1 മണിക്കാണ്. അപ്പോൾ ഒരുപാട് സമയമുണ്ട്. ഞങ്ങളിപ്പോൾ പോകാൻ ഉദ്ദേശിക്കുന്നത് ഉക്കടം ഭാഗത്തേക്കാണ്. അവിടെയൊക്കെ പോയിട്ട് ഇവിടെ തിരിച്ചു വരുമ്പോഴത്തേക്ക് ഏകദേശം കുറച്ച് സമയമൊക്കെ അങ്ങനെ പോകുമല്ലോ. റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്ത് തന്നെ ബോച്ചേൻ്റെ ഫുഡ് എക്സ്പ്രസ് ഉണ്ട്. അതായത് ഇതൊരു പഴയ ഉത്കൃഷ്ട കോച്ചാണ്. അതൊരു അടിപൊളിയാക്കി ഒരു റെസ്റ്റോറൻ്റ് ആക്കി. നല്ല പരിപാടിയാണിത്. അപ്പോൾ ഇവിടെയൊക്കെ വന്നിട്ട് ഫുഡൊക്കെ കഴിക്കാം. അപ്പോൾ അത് റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ട് പുറത്ത് തന്നെയാണ്. ഇനിയിപ്പോൾ ഞങ്ങൾ ഇതുവഴി പോവുകയാണ്. ഇത് ഒരുപാട് ബസ്സൊക്കെ വരുന്നുണ്ട്. ഉക്കടം 2 കിലോമീറ്റർ. നമ്മളതിന് എത്തുന്നതിന് മുന്നേയുള്ള കുറച്ച് ഭാഗങ്ങളിലേക്കാണ് പോകുന്നത്. ഈ പാലത്തിൻ്റെ താഴെ ഭാഗം വഴി നടന്നു പോവാം. ഞങ്ങളിപ്പം നടന്നിട്ട് ഏകദേശം ഒരു 600 മീറ്ററോളം വന്നു. ഇവിടെയൊക്കെ പ്രൈവറ്റ് ബസ്സിനൊക്കെ എങ്ങനെ വേണമെങ്കിലും പോവാലോ. അതായത് മോഡിഫിക്കേഷൻ ഒന്നും ഒരു പ്രശ്നമേ അല്ല. ലൈറ്റൊക്കെ ഇട്ട് രാത്രിയിലാണ് കാണേണ്ടത്. ഫുള്ള് ലൈറ്റ് ആയിരിക്കും. ഈ പ്രൈവറ്റ് വണ്ടീനെ അത് മനസ്സിലാവില്ല. ഇവിടെ അതിനൊന്നും പ്രശ്നമില്ല. പിന്നെ കളർ കോഡൊന്നും ഇല്ല ഇവിടെ. ഹോൺ എയർ ഹോണാണ്. നല്ല ശബ്ദമില്ല ഹോണാണ്. ഇവിടെ ഒരു ക്ഷേത്രം കാണാം, അരുൾമികു കോനിയമ്മൻ തിരുക്കോവിൽ. അപ്പോൾ ആ ഒരു പഴയ കാലത്തെ ആ ഒരു കൊത്തുപണികളൊക്കെ നമുക്ക് ആ ഒരു ക്ഷേത്രത്തിൻ്റെ ഈ ഒരു ഗോപുരത്തിൻ്റെ ഇവിടെയായിട്ട് കാണാം. പല പല രൂപങ്ങൾ. ഇത് ടൗൺ ഹാളാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടുന്ന് കുറച്ച് പോയിട്ടുണ്ടെങ്കിൽ ഉക്കടായി. ഞങ്ങൾ ഉക്കടം ഭാഗത്തേക്ക് പോകുന്നില്ല. ടൗൺ ഹാൾ ഭാഗത്തിൻ്റെ ഇവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ എടുക്കാമെന്ന് കരുതി. ഷോപ്പിംഗ് ചെയ്യേണ്ട കടകളാണ് എല്ലാ ഭാഗത്തും. ജ്വല്ലറി ആണെങ്കിലും ടെക്സ്റ്റൈൽസ് ആണെങ്കിലും എല്ലാം ഉണ്ട്. പിന്നെ ഇവിടെയൊക്കെ ഫ്രൂട്ട്സൊക്കെ ഉണ്ട്. വൈകുന്നേരങ്ങളിൽ തന്നെയാണ് ഇവിടെ തിരക്ക്. നേരെയും പോവാം, ഇവിടുന്ന് റൈറ്റ് ഭാഗത്തേക്കും പോവാം. നല്ല തിരക്കുണ്ട് ഇവിടെ, അതായത് ബ്ലോക്ക് ഉണ്ട്. ഈ തമിഴ്നാട്ടിലെ കോയമ്പത്തൂർ, തിരുപ്പൂർ, ഈറോഡ് ഈ ഭാഗത്തൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് റീറ്റെയിലായിട്ടും ഹോൾസെയിലായിട്ടും തുണിയൊക്കെ എടുത്തിട്ട് വരാം. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടുത്തെ കുറച്ച് ഡ്രസ്സൊക്കെ ഉള്ള ഒരു ഭാഗത്തേക്കാണ് ഞങ്ങൾ പോകുന്നത്. ഇവിടെ നല്ല ബ്ലോക്കാണ്. ഈ ബസ്സുകൾ ഒരേ സമയത്ത് തന്നെ ഇവിടെ വന്നുകൊണ്ടാണ്. ഇവിടെയാണ് ആ ഏരിയ.
ഇവിടെ കൂടുതലും തുണിത്തരങ്ങൾ മാത്രമാണ്. ചെറിയ വിലക്ക് തന്നെ ടീഷർട്ടുകളൊക്കെ നമുക്ക് പർച്ചേസ് ചെയ്തിട്ട് പോവാം. 100 രൂപയ്ക്കും 150 രൂപയ്ക്കൊക്കെ ഡ്രസ്സുകൾ കിട്ടും. നമ്മുടെ നാട്ടിൽ നല്ല വിലക്ക് വാങ്ങിക്കുന്നത് ഇവിടെ അതിൻ്റെ പകുതി വിലക്ക് വാങ്ങിച്ചിട്ട് പോവാം. പിന്നെ ഇവർ ആദ്യം ചിലപ്പോൾ ഫിക്സ്ഡ് റേറ്റ് ആയിട്ട് ഒരു എമൗണ്ട് പറയും. നമുക്ക് ബാർഗെയിൻ ചെയ്തെടുക്കാനുള്ളൊരു കഴിവും കൂടെ വേണം. ടൗൺ ഹാളിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഞങ്ങളിപ്പോൾ ഒരു ഹോട്ടലിലേക്ക് വന്നിരിക്കുകയാണ്. ഇപ്പോൾ 7 രാത്രിക്ക് വന്നാൽ പിന്നെ ഇവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ട് തന്നെ ഡയറക്റ്റ് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാമെന്ന് കരുതി. ഞങ്ങൾ ഇവിടുന്ന് ചിക്കൻ ബിരിയാണിയാണ് പറഞ്ഞത്. ഫുൾ ചിക്കൻ ബിരിയാണിയാണ്. അതുപോലെ തന്നെ വാഴയിലയിലാണ് വന്നത്. പിന്നെ ഇവിടെ സാലഡ് ഉണ്ട്, അച്ചാറുണ്ട്, പിന്നെ ഒരു ഗ്രേവി കൂടി ഉണ്ട്. 180 രൂപയാണ് ഈ ഒരു ബിരിയാണിക്ക്. ഇത് നവീൻ അവിടെ നിന്ന് ഇതാ ഇലയിലോട്ട് ബിരിയാണി എടുത്ത് വെക്കുകയാണ്. ഭക്ഷണം കഴിച്ചിതാ കോയമ്പത്തൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ട് മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ തന്നെ ഒരു സ്റ്റീം ലോക്കോമോട്ടീവ് കാണാം. ദേ ഇവിടെ നമ്മുടെ ഫ്ലാഗ് വരുന്നത് ഇവിടെയാണ്. ഇനി 5.5 മണിക്കൂറുണ്ട് നമുക്ക് വെയിറ്റ് ചെയ്യാൻ. അകത്ത് വെയിറ്റിംഗ് ഹാളുണ്ട്, അവിടെ പോയിരിക്കാം. സമയം ഇപ്പോൾ 9:45. 5-ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് വന്നിരിക്കുകയാണ്. ഇവിടെ ഒരു ട്രെയിൻ വരുന്നുണ്ട്. എറണാകുളത്ത് നിന്ന് പട്നയിലേക്ക് പോകുന്ന സൂപ്പർ ഫാസ്റ്റ് അസൻസോൾ വഴി പോകുന്ന വണ്ടിയാണ്. അതിൽ അൺറിസർവ്ഡ് കയറാനുള്ള തിരക്ക് കണ്ട ചാക്കും കട്ടൊക്കെ എടുത്തിട്ടാണ്. അപ്പോൾ അതിൽ ഇന്നിവിടെ ഒരു നല്ലൊരു കൂട്ടയടിയൊക്കെ ഉണ്ടാവും, കാരണം അത്രയും തിരക്കുണ്ട് ഇവിടെ. വണ്ടി വന്നു ഇവിടെ. കൂടുതലും ചാക്കും കെട്ടാണ് എല്ലാവരുടെയും കയ്യിൽ. ഈ ട്രെയിനിൽ ഞങ്ങൾ ഇതുവരെ യാത്ര ചെയ്തില്ല. ഒരു തവണ എന്തായാലും യാത്ര ചെയ്യും. ഫുൾ ജേണി തന്നെ. മുന്നിലത്തെ ജനറൽ വലിയ തിരക്കൊന്നുമില്ല ഇപ്പൊ. എന്റെ പൊന്നെ, എന്റെടാ എന്തോ ഇത്. ഇവിടെ 6-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ ഒരു ട്രെയിൻ കണ്ട, ഡബിൾ ഡെക്കർ ഉദയ് എക്സ്പ്രസ് ആണിത്. ഇത് KSR ബംഗളൂരു നിന്ന് ഇവിടെ 9 മണിക്ക് എത്തിയതാണ്. ഇനിയിപ്പോൾ ഇത് നാളെ രാവിലെ 5:45 തിരിച്ചു പോകും. ഈ ട്രെയിനാണ് പൊള്ളാച്ചി വഴി പാലക്കാടേക്ക് നീട്ടും എന്നൊക്കെ പറഞ്ഞ് കുറേ പോസ്റ്ററും കാര്യങ്ങളൊക്കെ വന്നത്. ശരിക്കും പറഞ്ഞാൽ അവിടെയും നമ്മൾ മണ്ടന്മാരായില്ലേ. ഈ വണ്ടിയൊക്കെ ഇനി നീട്ടുമോ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഈ വണ്ടി നമ്മുടെ കേരളത്തിലേക്ക് വരുന്നു. ഒരുപാട് പ്രതീക്ഷകൾ നൽകി, ഇപ്പം അതിൻ്റെ ഒരു ന്യൂസ് പോലും ഇല്ല. നമുക്ക് വെറും പാലക്കാടേക്ക് മാത്രമായിട്ട് കിട്ടിയിട്ട് കാര്യമില്ലല്ലോ. നമുക്ക് നമ്മുടെ കേരളം വഴി മുഴുവനായിട്ട് ഈ വണ്ടിയെല്ലാം ഓടണ്ടേ. ഈ വണ്ടി നീട്ടണമെന്നല്ലോ, ഒരു വേറെ ഏതെങ്കിലും ഒരു വണ്ടി ആക്കിയാൽ പോരെ. ഇതേപോലത്തെ ഒരു ഡബിൾ ഡെക്കറെല്ലാം നമ്മുടെ കേരളത്തിനെല്ലാം കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്തൊരു ഉപകാരമായേനെ. അങ്ങനെ കാത്തിരുന്ന് അടുത്ത ദിവസമായി 0:00 12 മണി കറക്റ്റായി. ഇനി ട്രെയിൻ വരാൻ 1 മണിക്കൂറുണ്ട്. അതോടൊപ്പം തന്നെ വണ്ടി 20 മിനിറ്റോളം ഡിലേ എന്നും കാണിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ഇതാ ഒരുത്തൻ കിടന്നുറങ്ങാണ്. നല്ല സുഖമല്ലേ. വേ ടു non-AC ഡോർമെട്രി, അതായത് 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിൻ്റെയും 2-ാം നമ്പർ പ്ലാറ്റ്ഫോമിൻ്റെയും ഈ ഭാഗത്താണ് ഡോർമെട്രിയൊക്കെ വരുന്നത്. ഫസ്റ്റ് ഫ്ലോറിലാണ്. ട്രെയിൻ നമ്പർ 12789 കാച്ചിഗുഡ മുരുഡേശ്വർ എക്സ്പ്രസ് കോയമ്പത്തൂർ ജംഗ്ഷൻ പ്ലാറ്റ്ഫോം നമ്പർ 1ലേക്ക് ഇതാ കടന്നു വരികയാണ്. ഈ തൊട്ട് മുന്നിൽ കാണുന്ന പ്ലാറ്റ്ഫോം 1A പ്ലാറ്റ്ഫോമാണ്. ഇത് ഇന്നലെ രാവിലെ 6:05 കാച്ചിഗുഡയിൽ നിന്ന് പുറപ്പെട്ടത്. ഇപ്പോൾ 1:08. WP7 ആണ് ലോക്കോമോട്ടീവ്. ഞങ്ങൾ യാത്ര ചെയ്യുന്ന കോച്ച് സ്ലീപ്പർ ക്ലാസ്സിൽ S4 ആണ്.
27ഉം 26ഉം, അതായത് ഒരു മിഡിൽ ബെർത്തും ഒരു അപ്പർ ബെർത്തും. രാത്രിക്ക് ഇനി ട്രെയിനിൻ്റെ അകത്തെ കാഴ്ചയൊന്നും കാണിക്കുന്നില്ല, കാരണം എല്ലാവരും ഉറങ്ങുന്ന സമയമാണ്. അതൊക്കെ മാനിച്ചുകൊണ്ട് ഇപ്പം നാളെ രാവിലെ മുതലുള്ള കാഴ്ചകൾ എന്തായാലും നമുക്ക് പകർത്താം. അപ്പോൾ ഇവിടെയായിട്ട് വരും S4. കോയമ്പത്തൂരിൽ നിന്ന് അങ്ങനെ ട്രെയിൻ എടുത്തിരിക്കുകയാണ്. ഞങ്ങളുടെ ബർത്തൊക്കെ കണ്ടുപിടിച്ചു, അവിടെയൊക്കെ ആൾക്കാർ കിടന്നുറങ്ങുകയാണ്. അതുകൊണ്ട് ഇനി നാളെ രാവിലെ മുതലുള്ള കാഴ്ചകൾ പകർത്താം. ഗുഡ് നൈറ്റ്. ഗുഡ് മോർണിംഗ്. സമയം രാവിലെ 6:40. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് നമ്മൾ ട്രെയിൻ എത്തിയിരിക്കുകയാണ്. വണ്ടി ഇപ്പോൾ 25 മിനിറ്റോളം ഡിലേ ആണ്. അതുപോലെ തന്നെ നമ്മൾ ഇന്നലെ തന്നെ രാത്രി കയറി കിടന്നു, കാരണം ഒരുപാട് നേരം നമ്മൾ കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷനിൽ വെയിറ്റ് ചെയ്താണല്ലോ. 1 മണി ആ സമയത്ത് തന്നെ വണ്ടിയിൽ നേരം തന്നെ കയറി കിടന്നു. കുഴപ്പമൊന്നുമില്ല. ആകെ എന്താ പറയാ, ഒരു 4.5 മണിക്കൂർ മാത്രമേ ഉറങ്ങാൻ സമയം ഉണ്ടായിരുന്നു. പിന്നെ യാത്രത്തിന്റെ ഒരു ഇതെന്താ പറയാ, ക്ഷീണമൊക്കെ കൊണ്ടുപോയി കയറിക്കാതെ ഉറങ്ങി. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ടിക്കറ്റ് ഫെയർ ഒന്നും പറഞ്ഞില്ലല്ലോ. കോയമ്പത്തൂരിൽ നിന്ന് ഞങ്ങളുണ്ടല്ലോ, ഇതിനൊരു 4-5 ദിവസം മുന്നെയാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തത്. ആ സമയത്ത് RW 5-6 ആ ഒരു റേഞ്ചിലാണ് ഉണ്ടായത്. സ്വാഭാവികമായിട്ട് ട്രെയിൻ കോയമ്പത്തൂർ എത്തുന്നതിന് കുറച്ച് നേരം ഒരു ഉച്ച സമയത്തോടു കൂടിയാണ് എന്താ പറയുക ട്രെയിനിൽ ചാർട്ട് പ്രിപ്പയർഡ് ആയത്. മീഡിയയിലും അപ്പുറത്ത് കിട്ടുകയും ചെയ്തു. വലിയ കുഴപ്പമില്ലാത്ത രീതി. ഞങ്ങൾക്ക് ഇത് കൺഫേം ആവുമെന്ന് പേടിയുണ്ടായിരുന്നു, കാരണം ഇതിന് മുന്നേ നേരത്തെ വെസ്റ്റ് കോസ്റ്റ് നമ്മുടെ ചെന്നൈ സൂപ്പർ ഫാസ്റ്റ് ഉണ്ട്, അതായത് കോളന്നൂർ വന്ന് കയറിയാലും നമുക്ക് മംഗലാപുരം പോകേണ്ട ഒരു വണ്ടി ഉണ്ടായിരുന്നു. അതിലേക്ക് നോക്കിയ സമയത്ത് നല്ല വെയിറ്റ് ലിസ്റ്റ് ആയിരുന്നു, കൺഫേം ആവുമെന്ന് പോലും സംശയമായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ ഇതിലെടുത്ത് തന്നെ. ഇതിൻ്റെ അകത്ത് തന്നെ ഒരുപാട് ബർത്തുകൾ ഇപ്പോൾ വേക്കൻ്റ് ആണ്. അതുപോലെ തന്നെ ഇതിന് നമുക്ക് ടിക്കറ്റ് ഫെയർ ആയത് നീലേശ്വരത്ത് 250 രൂപയാണ്. 6:47 കണ്ണൂരിൽ നിന്ന് ഇതാ ട്രെയിൻ എടുത്തിരിക്കുകയാണ്. ഈ ട്രെയിനിൻ്റെ അടുത്ത സ്റ്റോപ്പ് ഇനി പയ്യന്നൂരാണ്. ഇപ്പം 110 km/h സ്പീഡിലാണ് സഞ്ചരിക്കുന്നത്. പയ്യന്നൂർ ഏകദേശം എത്താനായി. 7:10 ട്രെയിൻ ഇത് പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. മലബാറിലുള്ളവർക്ക് ഹൈദരാബാദിലേക്ക് പോകാൻ പറ്റിയ നല്ലൊരു ട്രെയിനാണ് ഈ ഞങ്ങളിന്ന് യാത്ര ചെയ്യുന്ന ട്രെയിൻ. അതുപോലെ തന്നെ കേരളത്തിൽ നിന്ന് മൂകാംബികയിലേക്കും മുരുടേശ്വരത്തേക്കും കൂടെ പോകാൻ പറ്റിയ നല്ലൊരു ട്രെയിനാണിത്. കുറച്ച് മാസങ്ങൾക്ക് മുന്നേ എങ്ങനെ ട്രെയിനിൽ നമ്മുടെ ഈ മലബാർ ഭാഗത്തുള്ളവർക്ക് മുരുടേശ്വരത്തേക്കും മൂകാംബികയിലേക്കും പോകുമെന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ വീഡിയോ ചെയ്താണ്. നീലേശ്വരത്ത് കയറിയിട്ട് നേരെ മുരുടേശ്വരത്തേക്ക് പോയതാണ്. ഈ വണ്ടി നേരത്തെ മംഗലാപുരം വരെ ഉണ്ടായ വണ്ടിയാണ്. കുറച്ച് നാളുകൾക്ക് മുന്നെയാണ് ഇത് മുരുടേശ്വരത്തിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത്. അപ്പോൾ ഇത് ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും കാച്ചുകൂടിയിൽ നിന്ന് രാവിലെ എടുക്കും. പിറ്റേ ദിവസം നെക്സ്റ്റ് ഡേ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ബുധനാഴ്ചയും അതുപോലെ തന്നെ ശനിയാഴ്ചയും രാവിലെ നമ്മുടെ മലബാർ ഭാഗത്ത് ഈ നമ്മുടെ ഇവിടെ കടന്നു പോകും. അപ്പോൾ നമുക്ക് നേരെ മൂകാംബികയിലേക്ക് പോകാം. ഏകദേശം ഒരു 8:45 വണ്ടി മംഗലാപുരത്തെത്തും. ഒരു 1 മണിക്കാകുമ്പോഴത്തേക്കും നമ്മുടെ വണ്ടി ബൈന്ദൂർ മൂകാംബിക റോഡെത്തും. ഒരു 2 മണിയോട് കൂടി ഇത് മുരുടേശ്വരം എത്തുകയും ചെയ്യും. അന്ന് തന്നെ അപ്പം തന്നെ ഒരു 3:30 ആകുമ്പോൾ തന്നെ വണ്ടി തിരിച്ച് വരികയും ചെയ്യും. അപ്പോൾ കൂടുതൽ സമയം മുരുടേശ്വരത്ത് വണ്ടി നിർത്തിയിട്ടില്ല. അപ്പോൾ ഇത് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ്റെ പാർക്കിംഗ് ആണ് തൊട്ട് മുന്നിലായി കാണുന്നത്. ഒരുപാട് സ്പേസ് ഉണ്ട് ഇപ്പോൾ. കോയമ്പത്തൂരിൽ നിന്നും 328 കിലോമീറ്റർ യാത്ര ചെയ്ത് ട്രെയിൻ ഇതാ നീലേശ്വരം റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. 7:27 സമയം. രാവിലെ തന്നെ നല്ല തിരക്കുണ്ട് ഇവിടെ. ഇപ്പോൾ മംഗലാപുരം ഭാഗത്തേക്ക് പോകേണ്ടവർക്ക് കയറാണ്. നീലേശ്വരം. ഇവിടെ ബോർഡിൽ എല്ലാ
ഭാഷയുണ്ട്, പക്ഷെ മലയാളം ഇല്ല. ഇവിടുന്ന് ട്രെയിൻ എടുത്തിരിക്കുകയാണ്. പൂനെ ലോക്കോമോട്ടീവ് ഷെഡിന് കീഴിലുള്ള WP7 ആണ് ലോക്കോമോട്ടീവ്. ഇതിവിടുന്ന് പോയി. ഇതിൻ്റെ അടുത്ത സ്റ്റോപ്പ് കാഞ്ഞങ്ങാട്. ഞങ്ങളിനി നേരെ ഞങ്ങളുടെ സ്കൂട്ടർ ഇവിടുത്തെ ഞങ്ങളുടെ ബന്ധുവിൻ്റെ വീട്ടിൽ വെച്ചിട്ടുണ്ട്. അതെടുക്കാൻ വേണ്ടി പോവുകയാണ്. ഇപ്പോൾ രാവിലെ നീലേശ്വരം റെയിൽവേ സ്റ്റേഷൻ ഈ ഭാഗമൊക്കെ അടിപൊളിയാണ്. നമുക്ക് ഇവിടെയൊക്കെ ഇരുന്നുകൊണ്ട് തന്നെ ട്രെയിൻ സ്പോട്ടിംഗ് ഒക്കെ ചെയ്യാം. നല്ല അടിപൊളി സൗകര്യമാണ് ഇവിടെ ഒരുക്കി വെച്ചിട്ടുള്ളത്. നല്ല രസമാണ്. വൈകുന്നേരങ്ങളിലൊക്കെ അടിപൊളിയാണ്. കച്ചിയഗുഡ അതങ്ങ് പോയി. പുറകിലും 2 അൺറിസർവ്ഡ് കോച്ചുകൾ ഉണ്ടായിരുന്നു. എളേരി മാലം നമ്മുടെ നാട്ടിലോട്ട് പോകുന്ന KSRTC ആണ്. നർക്കലക്കാടേക്ക് പോയിട്ട് ഇതിന് ഇറങ്ങാം. ഞങ്ങൾ വണ്ടിയൊക്കെ എടുത്ത് ഇനിയിപ്പോൾ നേരെ വീട്ടിലേക്ക് പോകുന്ന വഴിയാണ്. ഇത് ചായോ എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഇവിടുന്ന് ഒരു 25 കിലോമീറ്റർ ഉണ്ട് നമ്മുടെ വീട്ടിലോട്ട്. ഈ ഒരു KSRTC കാഞ്ഞങ്ങാട്. ഊട്ടിയിൽ നിന്ന് തുടങ്ങിയ യാത്രയാണ്. ഈ ഊട്ടിയിൽ നിന്ന് തന്നെ ഡയറക്റ്റ് കണ്ണൂരേക്ക് KSRTC ഒക്കെ ഉണ്ട്. പക്ഷെ ഞങ്ങൾ അതിനൊന്നും നോക്കിയില്ല. പകുതി ബസ് പകുതി ട്രെയിൻ എന്നൊരു കൺസെപ്റ്റ് തന്നെ എടുത്തു. അതുപോലെ തന്നെ രാവിലെ ഇപ്പോൾ ഞങ്ങൾ ജാക്കറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. കാരണം പോകുന്ന വഴിക്ക് നല്ല തണുപ്പുണ്ട്. അപ്പോൾ വെറുതെ എന്തിനാണ് തണുപ്പ് കൊള്ളുന്നത്? ജാക്കറ്റ് എന്തായാലും ബാഗിലുണ്ടല്ലോ, എടുത്ത് ഇട്ടേക്കാന്ന് കരുതി. അതുപോലെ തന്നെ ഈ ഊട്ടിയിൽ നിന്ന് കണ്ണൂരേക്കുള്ള വണ്ടി രാത്രിയാന്ന് തോന്നുന്നു. എനിക്ക് കൃത്യമായ സമയം അറിയില്ല. മനു പറഞ്ഞ പോലെ തന്നെ രാത്രി സമയത്ത് കയറി കഴിഞ്ഞാൽ വലിയ കാഴ്ചകളൊന്നും അധികം തന്നെ കാണൂല. പിന്നെ നമ്മളെ യാത്ര കംഫർട്ട് നോക്കണം. കംഫർട്ട് നോക്കിയിട്ടാണ് നമ്മൾ ട്രെയിൻ തന്നെ സെലക്ട് ചെയ്തത്. അതെ, കുറച്ചൊക്കെ കണക്കായിരുന്നു. പിന്നെ കുഴപ്പമില്ല. യാത്രയെല്ലാം അതൊക്കെ എന്താ പറയുക സാധാരണയാണല്ലോ. അതെ. അപ്പോൾ എന്താ ഈ ട്രെയിൻ ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ. നല്ല ട്രെയിനാണ്. ഇഷ്ടംപോലെ സീറ്റുകൾ അവൈലബിൾ ഉണ്ട്. ഈ RLWL കണ്ട നിങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്യാതെ നിൽക്കണ്ട. ഒരു 20 താഴോട്ടൊക്കെ എന്തായാലും നിങ്ങൾക്ക് സീറ്റ് കിട്ടും. അതുപോലെ തന്നെ നിങ്ങൾ ഈ വെയിറ്റ് ലിസ്റ്റ് നോക്കുന്ന സമയത്ത് RLWL PQWL ഒക്കെ നോക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ നമുക്ക് കൺഫേം ആവാൻ ചാൻസ് കൂടുതൽ ജനറൽ വെയിറ്റ് ലിസ്റ്റ് ആയിരിക്കും. അപ്പം ഇതെന്ന് വെച്ചാൽ മറ്റ് കോട്ടയൊക്കെ കുറച്ച് സീറ്റുകളൊക്കെ പരിമിതമായിരിക്കും. അപ്പം ട്രെയിനും അതുപോലെ തന്നെ പോകുന്ന സ്ഥലം നമ്മൾ ടിക്കറ്റ് എടുക്കുന്ന ആ ഒരു സമയം, അതായത് ഈ ഫെസ്റ്റിവൽ സമയത്തും അതുപോലെ വെക്കേഷൻ സമയം ആ ഒരു ഡേ ഒക്കെ നോക്കാം. എന്നാൽ മാത്രമേ അത് കൺഫേം ആകാൻ കുറച്ചും കൂടെ ചാൻസ് കാണുള്ളൂ. അപ്പോൾ എന്താ പറയുക, ഈ ഒരു വീഡിയോയിലേക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു. അപ്പോൾ നമുക്ക് മറ്റേ വീഡിയോ ബൈ.